നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ് വരികയാണ്. തീപിടുത്തം ആസൂത്രിതമെന്നാണ് പോലീസിന്റെയും കണ്ടെത്തൽ. മരിച്ച സോനയെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുകയാണ്. അപകടത്തിന് മുൻപ് ഒരു സ്ത്രീ പെട്രോൾ വാങ്ങിയതിന്റെ തെളിവ് കിട്ടിയെന്ന് പോലീസ് പറയുന്നു. ഇതാരാണ് എന്ന് സ്ഥിരീകരിക്കാനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. വാഹനത്തിന്റെ തകരാറല്ല തീപിടുത്തത്തിന് കാരണമെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു. തീ പടർന്നത് എഞ്ചിനിൽ നിന്നല്ല എന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി. കാറിൽ പെട്രോളുമായി പോകവേ ആയിരുന്നു തീപിടുത്തമെന്നാണ് സൂചന. ഭർത്താവിന് 65% പൊള്ളൽ ഏറ്റിട്ടുണ്ട്. ഗർഭിണിയായ ഭാര്യയാണ് മരിച്ചത്. ചെറുവള്ളൂരിലാണ് കാറ് കത്തിയതിൽ ബന്ധുക്കൾക്കാണ് ആദ്യം സംശയം തോന്നിയത്. 60%-ലേറെ പൊള്ളലേറ്റ രജൻലാൽ ചികിത്സയിലാണ്. രജൻലാലിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാറിന്റെ പിൻസീറ്റിലാണ് സോന ഇരുന്നിരുന്നത്. പെട്രോളിന്റെ മണം തനിക്ക് കിട്ടി. എന്താണ് പെട്രോളിന്റെ മണം എന്ന് താൻ ചോദിച്ചപ്പോഴേക്കും തീ പടർന്നു എന്നാണ് രജൻലാലിന്റെ മൊഴി. ഇതെല്ലാം പരിഗണിച്ച് വിശദമായ അന്വേഷണത്തിലാണ് പോലീസ്. നടുവണ്ണൂർ റോഡിന് സമീപം കന്നാസുമായി പോകുന്ന CCTV-യിൽ ഒരു സ്ത്രീയെയാണ് കാണുന്നത്. ആ സ്ത്രീയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഈ നടത്താൻ പോകുന്നത്. ആ സ്ത്രീ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. CCTV-യിലെ ദൃശ്യങ്ങൾ ഇന്ന് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. കാറിന്റെ പിൻഭാഗത്ത് നിന്ന് തീ പടർന്നെന്നും ശബ്ദം കേട്ടതായും സംഭവ ദിവസം സ്ഥലത്തെത്തിയവർ പോലീസിനോട് മൊഴി നൽകിയിരുന്നു. വാഹനം ഓടിച്ച കക്കറുമുക്ക് പൂവത്തുംചാലിൽ രജൻലാലിന്റെ ശരീരത്തിൽ പിൻഭാഗത്താണ് കൂടുതലായും പൊള്ളലേറ്റത്. പെട്രോളിന്റെ സാധ്യത പോലീസ് തള്ളിക്കളയാത്ത സാഹചര്യത്തിൽ സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ്. സംഭവ ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 7:30 വരെ സോന വലിയകോടുള്ള മാതൃ സഹോദരിയുടെ വീട്ടിലായിരുന്നു. ഭർത്താവ് രജൻലാല് കാറിൽ അവിടെ ഇറക്കിയതായും രാത്രി 7:30 വന്ന് തിരികെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ബന്ധുവായ യുവതിയുടെ മൊഴിയുണ്ട്. അന്ന് വൈകിട്ട് തന്റെയൊപ്പം പേരാമ്പ്രയിൽ പോയി സാധനങ്ങൾ വാങ്ങി. താൻ ഫാൻസി ഷോപ്പിലും പലചരക്ക് കടയിലും കയറിയ സമയത്ത് സോന എവിടെ പോയി എന്ന് അറിയില്ലെന്നും യുവതി പറഞ്ഞിരുന്നു. തിരികെ വന്ന ശേഷമാണ് രജൻലാലിന് ഒപ്പം സോന മടങ്ങിപ്പോയതെന്നും യുവതി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രജൻലാലിന്റെ മൊഴി അന്വേഷണത്തിൽ നിർണായകമാകും. പേരാമ്പ്ര ബന്ധുവിനൊപ്പം പോയ സോന തനിച്ച് എവിടെ പോയെന്നതിലും രാത്രി 7:30 ഇളയമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സോനയും രജനും പിന്നീട് 2 മണിക്കൂറോളം എവിടെ ചെലവഴിച്ചു എന്നതിലും വ്യക്തതയില്ല. അപകടത്തിൽ 65%-ലേറെ പൊള്ളലേറ്റ രജൻലാല് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിയുന്നത്. എന്തായാലും ഇവരുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ ഏറുകയാണ്. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അവരെല്ലാം തന്നെ പോലീസ് കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്.